നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രം തുറന്നു നൽകി. ഉദ്ഘാടനം നടന്ന് 1.5 വർഷമായിട്ടും വിശ്രമ കേന്ദ്രം അടഞ്ഞുകിടക്കുകയായിരുന്നു. കുമ്പളയിലെ ജ്വല്ലറിയിൽ ആഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജേന എത്തിയ യുവതി 1 പവൻ തൂക്കമുള്ള കൈചെയിനുമായി കടന്നു. CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന്. ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ വൈദ്യുതി വികസന സെമിനാർ വ്യാഴാഴ്ച CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. ബീരിച്ചേരി വെള്ളാപ്പ് റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിൽ അനാസ്ഥയെന്ന് BJP. തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ ധർണ നടത്തി. ചീമേനി ആണവ നിലയത്തിനെതിരെ ജനകീയ സമിതി കൺവെൻഷൻ നടത്തി. ഗ്രീൻ മൂവ്മെന്റ് പ്രവർത്തകൻ AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രം തുറന്നു നൽകി. ഉദ്ഘാടനം നടന്ന് 1.5 വർഷമായിട്ടും വിശ്രമ കേന്ദ്രം അടഞ്ഞുകിടക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് KCN ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശ്രമ കേന്ദ്രം തുറന്നു നൽകിയത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെത്തുന്ന വനിതാ യാത്രക്കാർക്ക് വൃത്തിയുള്ള ശൗചാലയമോ വിശ്രമ കേന്ദ്രമോ ഇല്ലാത്തത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. ഇതൊഴിവാക്കാനായാണ് വിശ്രമ കേന്ദ്രം സ്ഥാപിച്ചത്. ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം എല്ലാ യാത്രക്കാർക്കും സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ പണി ആരംഭിച്ച് പിന്നീട് വനിതാ വിശ്രമ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷമായിട്ടും കേന്ദ്രം തുറന്നു നൽകിയിരുന്നില്ല. ഇത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് KCN ചാനലും വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശ്രമ കേന്ദ്രം തുറന്നു നൽകിയത്. ലളിതമായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം വിശ്രമ കേന്ദ്രം തുറന്നു നൽകി. സാങ്കേതിക കാരണങ്ങളാലാണ് വിശ്രമ കേന്ദ്രം തുറന്നു നൽകുവാൻ വൈകിയതെന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചാണ് മികച്ച സൗകര്യത്തോടു കൂടിയുള്ള വിശ്രമ കേന്ദ്രം തുറന്നു നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വനിതകൾക്ക് കാസർഗോഡ് നഗരപ്രദേശത്തുള്ള ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പല മേഖലയിൽ നിന്നും കാസർഗോഡ് നഗരസഭയെ അറിയിച്ചപ്പോൾ അത് വനിതകൾക്ക് മാത്രമായി തുറക്കുവാനുള്ളൊരു സംവിധാനം കാസർഗോഡ് നഗരസഭ കൗൺസിലിൽ തീരുമാനമുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതങ്ങനെ ചെയ്തത്. രാത്രി 7 മണി വരെയായിരിക്കും കെട്ടിടം തുറന്ന് പ്രവർത്തിക്കുക. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക്, ഇവിടെ വരുന്ന സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് അവർക്ക് ലഘുപാനീയങ്ങൾ, അതുപോലെ തന്നെ ലഘുഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലമാക്കിക്കൊണ്ട് തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ഒരു സ്ഥാപനം തുടങ്ങാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി വനിതാ വിശ്രമ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ലേലം ചെയ്തിട്ട് ആരാണോ എടുക്കുന്നത് അവരാണ് ഇതിൻ്റെ ശുചിത്വവും കാര്യവും ഒക്കെ നോക്കേണ്ടത്. വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ ആരോഗ്യ വികസന സമിതി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് സ്വാഗതം പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ജില്ലാ പ്രസിഡന്റ് K ഗിരീഷ്, HS മധു, മറ്റു കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വനിതാ യാത്രക്കാർക്കായി വിശ്രമ കേന്ദ്രം തുറന്നു നൽകിയിരിക്കുകയാണ്. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ഗാഥ ശ്രീജിത്ത്, KCN ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് കുമ്പളയിലെ ജ്വല്ലറിയിൽ ആഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജേന എത്തിയ യുവതി 1 പവൻ തൂക്കമുള്ള കൈചെയിനുമായി കടന്നുകളഞ്ഞു. കുമ്പള ടൗണിലെ രാജധാനി ജ്വല്ലറിയിൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞാണ് മോഷണമുണ്ടായത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കുമ്പളയിലെ പ്രമുഖ ജ്വല്ലറിയായ രാജധാനി ജ്വല്ലറിയിൽ ആഭരണങ്ങൾ വാങ്ങുവാനെന്ന വ്യാജേനയെത്തിയ യുവതി 1 പവൻ തൂക്കമുള്ള കൈചെയിനുമായി കടന്നുകളഞ്ഞു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം. ബുർക്കയിട്ടെത്തിയ യുവതി ജ്വല്ലറിയിലെ ആഭരണങ്ങൾ സമയമെടുത്താണ് പരിശോധിച്ചത്. 1 മണിക്കൂർ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം ക്യാഷ് കൗണ്ടറിലെത്തിയ യുവതി ആവശ്യമുള്ള ആഭരണങ്ങൾ നോക്കിവെച്ചിട്ടുണ്ടെന്നും 2 ദിവസത്തിനകം വരാമെന്നും പറഞ്ഞ് പോയി. രാത്രി ജ്വല്ലറി അടയ്ക്കുന്നതിന് മുൻപ് ആഭരണങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടയിലാണ് കൈചെയിൻ നഷ്ടപ്പെട്ട കാര്യം വ്യക്തമായത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കൈചെയിൻ മോഷണം പോയതായി സ്ഥിരീകരിച്ചത്. ബുർക്കയിട്ടെത്തിയ യുവതി ആഭരണങ്ങൾ പരിശോധിക്കുന്നതിനിടെ കൈചെയിൻ വിദഗ്ധമായി കൈക്കലാക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. സംഭവത്തിൽ ജ്വല്ലറി ഉടമ ഹമീദ് കുമ്പള പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേസിൽ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. സമാന സംഭവങ്ങളിലെ പ്രതികളായ യുവതികളെയുൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഉദുമ പള്ളത്ത് നിർമ്മിച്ച ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. 1.06 കോടി രൂപ ചിലവിലാണ് ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടം നിർമ്മിച്ചത്. പള്ളത്ത് നിർമ്മിച്ച ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വളരെയധികം പ്രധാനമായ നിലയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട്, രേഖകളുമായി ബന്ധപ്പെട്ട്, വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രജിസ്ട്രേഷൻ വകുപ്പ്, ആ രജിസ്ട്രേഷൻ വകുപ്പിലെ ഈ ഉദുമ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമാക്കി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ തീർച്ചയായും ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കും. അത്തരം കാര്യങ്ങളിൽ അടിയന്തര പ്രാധാന്യം നടപ്പിലാക്കുന്നതിന് ബഹുമാനപ്പെട്ട MLA നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള കാര്യങ്ങൾ സഭക്കകത്തും പുറത്തും അദ്ദേഹം ചെയ്യുന്നു. CH കുഞ്ഞമ്പു MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരുന്നു. കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ റീജിയണൽ മാനേജർ TM മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. രജിസ്ട്രേഷൻ വകുപ്പ് ജോയിന്റ് IG PK സാജൻകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ, കളക്ടർ K ഇമ്പശേഖർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P ലക്ഷ്മി, M കുമാരൻ, M ധന്യ, H മുരളി, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം യാസ്മിൻ റഷീദ്, ആധാരം എഴുത്തുകാരുടെ സംഘടനാ പ്രതിനിധികളായ P സുധാകരൻ നായർ, PK കൃഷ്ണൻ, രജിസ്ട്രേഷൻ വകുപ്പ് ഉത്തരമേഖല ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ KC മധു തുടങ്ങിയവർ സംസാരിച്ചു. 1.06 കോടി രൂപ മുടക്കിയാണ് ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടം ഉദുമ പള്ളത്ത് നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KCB വർക്കേഴ്സ് അസോസിയേഷന്റെയും KCB ഓഫീസേഴ്സ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ വൈദ്യുതി വികസന സെമിനാർ വ്യാഴാഴ്ച നടക്കും. ചട്ടഞ്ചാൽ അർബൻ ബാങ്ക് ഹാളിൽ നടക്കുന്ന പരിപാടി CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അനുദിനം കുതിച്ചുയരുന്ന വൈദ്യുതി ഉപഭോഗവും വ്യാവസായിക രംഗത്തെ വർദ്ധിച്ച ഊർജാവശ്യവും നിറവേറ്റുന്നതിന് തടസ്സരഹിതമായ വൈദ്യുതി ഉറപ്പാക്കാനുള്ള സത്വര ഇടപെടലിനായി KCB വർക്കേഴ്സ് അസോസിയേഷന്റെയും KCB ഓഫീസേഴ്സ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. അർബൻ ബാങ്ക് ഹാളിൽ നടക്കുന്ന പരിപാടി CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കളും വൈദ്യുതി മേഖലയിലെ വിദഗ്ധരും വ്യാവസായിക വൈദ്യുതി ഉപഭോക്താക്കളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ജില്ലയെ ഇടതടവില്ലാതെ വൈദ്യുതി കൊടുക്കുന്നതിനുള്ള ആവശ്യം നമ്മുടെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ മീഡിയ പ്രവർത്തകർ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് നമുക്ക് കിട്ടേണ്ടുന്ന പദ്ധതികൾ അടക്കം നമുക്ക് അതിൻ്റെ ഒരു പ്രപ്പോസലുണ്ട്. അതോടൊപ്പം തന്നെ സാങ്ഷൻ ചെയ്തവർക്കുണ്ട്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നവർക്ക്, ഇതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഞങ്ങൾ സെമിനാർ നടത്താൻ ഉദ്ദേശിച്ചുള്ളത്. 26-ാം തീയതി ചട്ടഞ്ചാലിൽ വെച്ച് ഞങ്ങളിപ്പോൾ കാസർഗോഡ് ജില്ലാ വൈദ്യുതി വികസന സെമിനാർ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. M സതീഷ്, V ജനാർദ്ദനൻ, OV രമേശ്, C അരുൺ, M ഭാസ്കരൻ, KM ജലാലുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിമിരി സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമം നടത്തിയ തട്ടിപ്പ് സംഘം നിരവധി സഹകരണ ബാങ്കുകളിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായി വിവരം. ചീമേനി ബാങ്കിലും പിലിക്കോട്ടെ മറ്റൊരു ബാങ്കിലും 6 ലക്ഷത്തോളം രൂപയുടെ പണയത്തട്ടിപ്പ് നടത്തിയതായി ചീമേനി പോലീസിൽ പരാതി ലഭിച്ചു. കഴിഞ്ഞ ദിവസം ചെറുവത്തൂരിനടുത്തുള്ള തിമിരി സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി 2 ലക്ഷം രൂപ തട്ടാൻ ശ്രമിച്ച അറസ്റ്റിലായ യുവാക്കൾ ചീമേനി സഹകരണ ബാങ്കിലും പിലിക്കോട് പഞ്ചായത്തിലെ മറ്റൊരു സഹകരണ ബാങ്കിലും മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി പണം തട്ടിയ വിവരം പുറത്തുവന്നു. സംഭവത്തിൽ ചീമേനി പോലീസ് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചീമേനി പെട്ടിക്കുണ്ട് സ്വദേശി രാജേഷ്, കാക്കടവിലെ അഷ്റഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. 80 ഗ്രാം മുക്കുപണ്ടം പണയപ്പെടുത്തി 4 ലക്ഷത്തോളം രൂപ കൈപ്പറ്റി ബാങ്കിനെ വഞ്ചിച്ചുവെന്നതിനാണ് കേസ്. ഇരുവരും ശനിയാഴ്ച തിമിരി സഹകരണ ബാങ്കിൽ 5 വളകൾ പണയപ്പെടുത്തി 2 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച വേളയിലാണ് പിടിയിലായത്. രാജേഷാണ് ആഭരണങ്ങളുമായി ബാങ്കിലെത്തിയത്. പരിശോധനയിൽ മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇയാളെ തടഞ്ഞുവെച്ചു. തനിക്ക് സുഹൃത്തായ അഷ്റഫാണ് ആഭരണങ്ങൾ നൽകിയതെന്ന് രാജേഷ് ബാങ്ക് ജീവനക്കാരോടും പറയുകയും തുടർന്ന് അഷ്റഫിനെയും ബാങ്കിലേക്ക് വിളിച്ചു വരുത്തുകയും വിവരം പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. ഇരുവരെയും ചീമേനി പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. രാജേഷും അഷ്റഫും ചീമേനി ബാങ്കിലും ആഭരണങ്ങൾ പണയപ്പെടുത്തി വായ്പയെടുത്തിരുന്നു.
തിമിരി ബാങ്കിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർ പണയപ്പെടുത്തിയ ആഭരണങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞത്. ബാങ്ക് അധികൃതർ ചീമേനി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് കേസെടുത്തത്. രാജേഷ് പിലിക്കോട് പഞ്ചായത്തിലെ മറ്റൊരു സഹകരണ ബാങ്കിൽ 7 വളകൾ പണയപ്പെടുത്തി 2 ലക്ഷത്തോളം രൂപ തട്ടിയതായി വിവരം പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. BJPയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ ധർണ നടത്തി. തൃക്കരിപ്പൂർ ടൗണിലെ ഗതാഗത കുരുക്കിനും തീരദേശത്ത് നിന്നെത്തുന്ന ജനങ്ങളുടെ ദുരിതത്തിനും പരിഹാരമാകേണ്ട ബീരിച്ചേരി വെള്ളാപ്പ് റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരും MP-യും MLA-യും തൃക്കരിപ്പൂർ പഞ്ചായത്ത് അധികൃതരും അനാസ്ഥ കാട്ടുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സമരം BJP തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ ഉദ്ഘാടനം ചെയ്തു. 60 മുതൽ 70 വരെ ട്രെയിനുകൾ കടന്നു പോകുന്ന റെയിൽപാതയിടുന്ന കുരുക്ക് തൃക്കരിപ്പൂരിന്റെ താളം തെറ്റിക്കുന്നതും KSRTC ഉൾപ്പെടെ 35-ൽ പരം ബസ്സുകളും 100 കണക്കിന് വാഹനങ്ങളും ഇവയുടെ ദുരിതം പേറുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് BJP പ്രത്യക്ഷ സമരത്തിനിറങ്ങിയതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത TV ഷിബിൻ പറഞ്ഞു. 2016 മുതൽ നൽകിയ 5 പ്രപ്പോസലുകൾ തള്ളുകയും മറ്റ് നടപടികളില്ലാതിരുന്നതും ജനപ്രതിനിധികളുടെ പിടിപ്പുകേടാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയുന്നു, നിങ്ങൾ രാഷ്ട്രീയം മറക്കുക, മറ്റെല്ലാ വിവേചനങ്ങളും മറക്കുക. ഈ നാടിന്റെ വികസനമാണ് നമുക്ക് വലുത്. ഈ തൃക്കരിപ്പൂരിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തടസ്സം സൃഷ്ടിക്കുന്ന ബീരിച്ചേരി വെള്ളാപ്പ് ഗേറ്റുകളുടെ നിർമ്മാണം, മേൽപ്പാലങ്ങളുടെ നിർമ്മാണം അടിയന്തരമായി നടത്തണം. പ്രശ്നത്തിൽ മുൻ MP-യും ഇപ്പോഴത്തെ MP-യും തൃക്കരിപ്പൂർ MLA-യും ഗ്രാമപഞ്ചായത്ത് അധികൃതരും കാട്ടിയ അനാസ്ഥ മേൽപ്പാലം നടപടികൾ വൈകിപ്പിക്കാൻ കാരണമായതായും പാളം കുരുക്കിട്ട പാതകൾ തൃക്കരിപ്പൂരിന് കടുത്ത യാത്രാ ദുരിതം തീർക്കുകയാണെന്നും BJP ആരോപിച്ചു. TV രാജേഷ് അധ്യക്ഷത വഹിച്ചു. T കുഞ്ഞിരാമൻ, K ശശിധരൻ, E രാമചന്ദ്രൻ, PP ദിനേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കർഷകശ്രീ മിൽക്ക് വ്യാപാരികളെ ആദരിക്കലും ഓണം സമ്മാന പദ്ധതി നറുക്കെടുപ്പും ഞായറാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് കർഷകശ്രീ മിൽക്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർഷകശ്രീ മിൽക്ക് ഓണം നബിദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന നറുക്കെടുപ്പും കർഷകശ്രീയുടെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് വ്യാപാരികൾക്കുള്ള ആദരിക്കലും ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് കർഷകശ്രീ മിൽക്ക് അധികൃതർ അറിയിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 300ഓളം വ്യാപാരികളെയാണ് ആദരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സിനിമാ നടി പ്രിയങ്ക വിശിഷ്ടാതിഥിയായിരിക്കും. ഓണം നബിദിനത്തോടനുബന്ധിച്ച് കർഷകശ്രീ മിൽക്ക് വ്യത്യസ്ത മേഖലകളിലെ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും അവരുടെ മക്കൾക്കുമായി വൻപിച്ച സമ്മാന പദ്ധതിയാണ് ഒരുക്കിയിട്ടുള്ളതെന്നും കർഷകശ്രീ മിൽക്ക് അധികൃതർ കൂട്ടിച്ചേർത്തു. വ്യാപാരികൾക്കും അതുപോലെ തന്നെ ഈ ഉപഭോക്താക്കൾക്കും വേണ്ടി ഒരു ഓണം നബിദിനത്തോടനുബന്ധിച്ച് സമ്മാന പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. 3-4 കാറ്റഗറി ആയിട്ടാണ് സമ്മാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു നറുക്കെടുപ്പും ഏകദേശം 300ഓളം വ്യാപാരികളെ ആദരിക്കേണ്ട ചടങ്ങുണ്ടായിരുന്നു. ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റുകളിൽപ്പെട്ട VIP കസ്റ്റമേഴ്സിൻ്റെ ആദരിക്കൽ ചടങ്ങാണ് 29-ാം തീയതി സെപ്റ്റംബർ 29-ന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ K അഹമ്മദ് ഷെരീഫാണ്. വിശിഷ്ടാതിഥിയായിട്ട് ഒരു സിനിമാ സീരിയൽ നടിയാണ് പ്രിയങ്ക ഇവിടെ എത്തുന്നുണ്ട്. കർഷകശ്രീ മിൽക്ക് ഡയറക്ടർ E അബ്ദുള്ള കുഞ്ഞി, BM അൽതാഫ്, ഇബ്രാഹിം മഷൂദ്, കണ്ണൂർ മാർക്കറ്റിംഗ് മാനേജർ സച്ചിത് M, ബാലകൃഷ്ണൻ KV എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാവണീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 2002 SSLC ബാച്ച് കൂട്ടായ്മ തണലിന്റെ കുടുംബസംഗമം വിപുലമായ പരിപാടികളോടെ നടന്നു. വിവിധ കലാപരിപാടികൾ ഒത്തുചേരലിന് വർണ്ണപ്പകിട്ടേകി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. SSLC +2 വിജയികളായ തണൽ കുടുംബാംഗങ്ങളുടെ മക്കൾക്ക് ചടങ്ങിൽ അനുമോദനമേകി. രാവണീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 2002 SSLC ബാച്ച് കൂട്ടായ്മ തണലിൻ്റെ കുടുംബസംഗമം മധുരസ്മരണകൾ പങ്കുവയ്ക്കുന്നതിൻ്റെയും ആഘോഷത്തിൻ്റെയും സമന്വയ വേദിയായി മാറി. നിറം മങ്ങിയ വിദ്യാലയ ജീവിതത്തിൻ്റെ ഓർമ്മകൾക്ക് വർണ്ണങ്ങൾ ചാർത്തി വർഷങ്ങൾക്ക് ശേഷം പഴയ സഹപാഠികൾ ഇന്നലകളെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ച് ആട്ടവും പാട്ടുമൊക്കെയായി ഒത്തുകൂടുകയായിരുന്നു. പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിലേക്ക് പഴയ സഹപാഠികൾ വീണ്ടുമെത്തിയപ്പോൾ ഗൃഹാതുരതയുടെ സ്മരണകളിരമ്പി.
പിന്നിട്ട വഴികളിൽ മാഞ്ഞുപോയെന്ന് കരുതിയ മധുരമൂറുന്ന വിദ്യാലയ ഓർമ്മകൾക്ക് അവർ വീണ്ടും തിരിതെളിയിച്ചപ്പോൾ സ്കൂൾ ആഹ്ലാദത്താൽ വീർപ്പുമുട്ടി. പ്രസ്തുത ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ആരംഭിച്ച വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായാണ് വിദ്യാലയ തിരുമുറ്റത്ത് ഒത്തുചേരലിന് വേദിയൊരുക്കിയത്. പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ ജീവിത പങ്കാളിയും മക്കളുമെല്ലാം ഒത്തുചേർന്നപ്പോൾ അത് വലിയൊരു കുടുംബസംഗമമായി മാറി. ഓണാഘോഷം കൂടി ഇതോടൊപ്പം സംഘടിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ആഘോഷത്തിന് മാറ്റുപകർന്ന് പൂർവ്വ വിദ്യാർത്ഥികളിലെ വനിതകൾ അണിനിരന്ന തിരുവാതിരയും അരങ്ങേറി. കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും ഒത്തുചേരലിന് വർണ്ണപ്പകിട്ടേകി. കുടുംബസംഗമത്തിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ നിർവഹിച്ചു. ജോയിഷ് മൂലക്കേവീട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തണൽ കുടുംബത്തിൻ്റെ പ്രിയ ഗുരുനാഥൻ അശോകൻ മാസ്റ്റർ കുക്കാനത്തെ ആദരിച്ചു. SSLC+2 വിജയികളായ തണൽ കുടുംബാംഗങ്ങളുടെ മക്കൾക്ക് ചടങ്ങിൽ അനുമോദനമേകി. വിനീത വാണിയമ്പാറ സ്വാഗതവും സുജിത മുക്കൂട് നന്ദിയും പറഞ്ഞു. ഇനിയൊരിക്കൽ കൂടി ഒത്തുചേരലിന് അവസരമൊരുങ്ങുമെന്ന പ്രതീക്ഷയോടെയും ഉറപ്പോടെയുമാണ് കുടുംബസംഗമത്തിനു ശേഷം പഴയ സഹപാഠികൾ ഒരിക്കൽ തങ്ങളുടെ സ്വപ്നഭൂമികയായിരുന്ന കലാലയ തിരുമുറ്റത്തു നിന്നും വിടവാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗ്രാമീണ സൗന്ദര്യത്തിന് പേരുകേട്ട ചീമേനിയിൽ മനുഷ്യജീവിതത്തിന് ഭീഷണിയാവുന്ന ആണവ നിലയത്തിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആണവ നിലയ വിരുദ്ധ കൺവെൻഷൻ നടത്തി. ചീമേനി വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ ഗ്രീൻ മൂവ്മെന്റ് പ്രവർത്തകൻ AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇറ്റലി, ജർമ്മനി, ബെൽജിയം, സ്പെയിൻ തുടങ്ങിയ ലോകരാജ്യങ്ങൾ ആണവ നിലയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ നാട് അതിനു പിറകെ പോകുന്നത് ആധുനിക സമൂഹത്തിന് യോജിച്ചതല്ലെന്ന് അനിൽകുമാർ പറഞ്ഞു. ചീമേനി പോലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മണ്ണിൽ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തേ മതിയാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ ആണവ നിലയങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ 1960 മുതൽ പ്രവർത്തിക്കാൻ വരുമ്പോൾ കേരളത്തിൽ ഇത് നടക്കില്ല എന്ന് മലയാളികളുടെ പൊതുബോധം ദേശീയ സർക്കാരിനെയും കേരള സർക്കാരിനെയും പഠിപ്പിച്ച നാട്ടിൽ ഇതാ 31, 32, 33 വർഷങ്ങൾക്ക് ശേഷം ഈ നാട് അങ്ങനെയൊന്നും മാറിയിട്ടില്ല എന്ന് ഇവിടുത്തെ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഭരണകൂടം നിരന്തരമായി പിന്തിരിപ്പൻ ആശയങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും കേരളം അങ്ങനെ കീഴടങ്ങാൻ തയ്യാറല്ല എന്നൊരു സൂചന നൽകും വിധമാകണം ഈ ആണവ നിലയ വിരുദ്ധ പോരാട്ടങ്ങൾ നടക്കണം. KM ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ K സഹദേവൻ വിഷയം അവതരിപ്പിച്ചു. ഡോക്ടർ D സുരേന്ദ്രനാഥ്, പ്രൊഫസർ M ഗോപാലൻ, KP രാമചന്ദ്രൻ, TV രാജേന്ദ്രൻ, R നന്ദലാൽ, വിനോദ് രാമന്തളി, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, സുഭാഷ് ചീമേനി, സുമേഷ് കരിമ്പിൽ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സൗദി ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരം ഉദ്യാവര പ്രവാസി സംഘടനയായ റിയാദ് ഉദ്ദാർ കാർസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെഹ്ഫിൽ സീസൺ 4 കുടുംബസംഗമം ശ്രദ്ധേയമായി. റിയാദ് ഹെൽത്ത് ഓർഗനൈസേഷൻ കമ്മിറ്റി ഉപദേഷ്ടാവ് കുഞ്ഞിപ്പ മൂസ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഉദ്യാവരയിലെ പ്രവാസി സംഘടനയായ റിയാദ് ഉദ്ദാർ കാർസിൻ്റെ ആഭിമുഖ്യത്തിൽ 94-ാം സൗദി ദേശീയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി റിയാദ് റിസോർട്ടിൽ സംഘടിപ്പിച്ച മെഹ്ഫിൽ സീസൺ 4 കുടുംബസംഗമം ശ്രദ്ധേയമായി. ഫയാസ് മാഹിൻ്റെ ഖുറാൻ പാരായണത്തോടെ ആരംഭിച്ച പരിപാടി റിയാദ് ഹെൽത്ത് ഓർഗനൈസേഷൻ കമ്മിറ്റി ഉപദേഷ്ടാവ് കുഞ്ഞിപ്പ മൂസ ഉദ്ഘാടനം ചെയ്തു. ഇക്ബാൽ മുഹമ്മദ്, മൂസ പാലസ്, ഉസ്മാൻ പാലസ്, അയ്യൂബ് ലത്വൻ, മുസ്തഫ KS, ആഷിഫ് സുലൈമാൻ, ഫയാസ്, അജിത് മാഡ, അബു ജലാൽ, നിസാർ ഗുഡ്ഡെ, അൻസാഫ് ദുബായ്, സിദ്ദിഖ് ദുബായ്, ജാസിൻ ദുബായ് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. സയ്യിദ് പൊക്കർ, സിദ്ദിഖ് മൗലാന റോഡ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സാമൂഹിക പ്രവർത്തകരായ സിദ്ദിഖ് മൗലാന റോഡ്, ഖാലിദ്, മുനാജ്, സമദ്, ഫജീന സലീം എന്നിവരെ മെമൻഡോ നൽകി ഷാളണിയിച്ച് പ്രശസ്തി പത്രം നൽകി ആദരിച്ചു. പ്രവാസികളുടെ ആരോഗ്യം, സമ്പാദ്യം തുടങ്ങിയ വിഷയങ്ങളിൽ സുവൈൽ ആദം ക്ലാസ് എടുത്തു. വിവിധ വിനോദ പരിപാടികളും മത്സരങ്ങളും നടന്നു. പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്കായി വേർതിരിച്ചുള്ള മത്സരങ്ങളിൽ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ആഷിഫ് മൂസ, അഷ്റഫ് ഉസ്മാൻ, ഫയാസ്, അൻസാർ സൂഫി, ഐഷ റൈസ്, ഫജീന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഫർവീസ് ഉമർ സ്വാഗതവും നസീർ ഷാഫി നന്ദിയും പറഞ്ഞു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
GHSS ചെമ്മനാട് പരവനടുക്കം 2004-5 SSLC ബാച്ചിന്റെ കൂട്ടായ്മയായ ഒപ്പരം പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേറിട്ട അനുഭവമായി. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. GHSS ചെമ്മനാട് പരവനടുക്കം 2004-2005 SSLC ബാച്ചിന്റെ കൂട്ടായ്മയായ ഒപ്പരം പൂർവ്വ വിദ്യാർത്ഥികൾ കലാലയ തിരുമുറ്റത്ത് ഒത്തുകൂടി. സ്കൂൾ കാലഘട്ടത്തിന്റെ മധുരസ്മരണകൾ അയവിറക്കി ഓരോരുത്തരും ഒരു നിമിഷം ആ പഴയ വിദ്യാർത്ഥിയായി മാറി. ജീവിതത്തിന്റെ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിലും പഴയ കൂട്ടുകാരെയും അധ്യാപകരെയും കാണുവാൻ അവർ സ്കൂൾ അങ്കണത്തിൽ വീണ്ടും എത്തി. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർമാരായ മണി ടീച്ചർ, ഉല്ലാസ് മാഷ്, വനജ ടീച്ചർ, സ്കൂളിലെ മുൻ പാചകത്തൊഴിലാളി കുറത്തിയമ്മ എന്നിവരെ ആദരിച്ചു. ഉണ്ണികൃഷ്ണൻ മാടിക്കാൽ അധ്യക്ഷത വഹിച്ചു. നവീൻ തലക്ലായി, ഗ്രീഷ്മ, ദേവിപ്രസാദ്, ജസീൽ, വിനിൽ, രതീഷ് PV എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികൾ അരങ്ങേറി. അനീഷ് കുമാർ V സ്വാഗതവും അനിത V നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പഴയ കൂട്ടുകാരെയും അധ്യാപകരെയും ഒരുമിച്ച് കാണുവാൻ സാധിച്ചതിന്റെ സന്തോഷവും സ്നേഹവും പങ്കിട്ടാണ് ഓരോരുത്തരും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രം തുറന്നു നൽകി. ഉദ്ഘാടനം നടന്ന് 1.5 വർഷമായിട്ടും വിശ്രമ കേന്ദ്രം അടഞ്ഞുകിടക്കുകയായിരുന്നു. കുമ്പളയിലെ ജ്വല്ലറിയിൽ ആഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജേന എത്തിയ യുവതി 1 പവൻ തൂക്കമുള്ള കൈച്ചെയിനുമായി കടന്നു. CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന്. ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ വൈദ്യുതി വികസന സെമിനാർ വ്യാഴാഴ്ച CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. ബീരിച്ചേരി വെള്ളാപ്പ് റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിൽ അനാസ്ഥയെന്ന് BJP. തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ ധർണ നടത്തി. ചീമേനി ആണവ നിലയത്തിനെതിരെ ജനകീയ സമിതി കൺവെൻഷൻ നടത്തി. ഗ്രീൻ മൂവ്മെന്റ് പ്രവർത്തകൻ AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.